2021 നവംബർ 7 സമയം പാതിരാത്രി പിന്നിട്ട് 1 മണി. ബാംഗ്ലൂർ നഗരം ഉറക്കത്തിലേക്ക് വഴുതി വീണ സമയം. എന്നാൽ ബാംഗ്ലൂർ സിറ്റി പോലീസ് സ്റ്റേഷനിലെ കാവൽക്കാർക്ക് അതൊരു സാധാരണ രാത്രിയായിരുന്നില്ല. സ്റ്റേഷന്റെ മുന്നിലേക്ക് ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്ന് 35 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ ഇറങ്ങി വന്നു. പേര് നേത്ര. അവരുടെ വസ്ത്രങ്ങളിൽ രക്തം പറ്റിപ്പിടിച്ചിരുന്നു. മുഖത്ത് ഭയത്തേക്കാൾ കൂടുതൽ എല്ലാം അവസാനിച്ചതിന്റെ ഒരു മരവിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസുകാർക്ക് മുൻപിലെത്തിയ അവർ ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ: ഞാൻ എന്റെ ഭർത്താവിനെ കൊന്നു. ഇരുമ്പ് ദണ്ട് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയിട്ടാണ് ഞാൻ വരുന്നത്. അയാളുടെ പേര് സ്വാമിരാജ് എന്നാണ്. കേട്ടുനിന്ന പോലീസുകാർ പോലും ഞെട്ടിപ്പോയി. ഒറ്റയ്ക്ക് കാറോടിച്ച് വന്ന് ഭർത്താവിനെ കൊന്ന കാര്യം ഇത്ര ലാഘവത്തോടെ പറയുന്ന ഒരു സ്ത്രീ. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവൾ കുറ്റസമ്മതം നടത്തി. മദ്യപിച്ച് ലക്കുകെട്ടെത്തുന്ന ഭർത്താവിന്റെ ശാരീരികവും മാനസികവുമായ പീഡനം സഹിക്കവയ്യാതെയാണ് താൻ ഇത് ചെയ്തതെന്നായിരുന്നു നേത്രയുടെ ആദ്യത്തെ മൊഴി. പോലീസ് ഉടൻ തന്നെ സ്വാമിരാജിന്റെ വീട്ടിലേക്ക് കുതിച്ചു. അവിടെ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സ്വാമിരാജിന്റെ മൃതദേഹം. തലയിൽ ആഴത്തിലുള്ള മുറിവുകൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒന്നിലധികം തവണ തലയ്ക്ക് അടിയേറ്റിട്ടുണ്ടെന്ന് വ്യക്തമായി. വിവരമറിഞ്ഞ് സ്വാമിരാജിന്റെ അച്ഛനും ബന്ധുക്കളും അവിടെ എത്തിയിരുന്നു. മകന്റെ മൃതദേഹം കണ്ട് ആ അച്ഛൻ പൊട്ടിക്കരഞ്ഞു. എന്നാൽ അയാൾ നേത്രക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അവൾ എന്റെ മകനെ കൊന്നത് സ്വത്തിനും പണത്തിനും വേണ്ടിയാണ്. ഭരത് എന്നൊരു കാമുകനും അവൾക്കുണ്ട്. അവൻ കാരണമാണ് ഇത് സംഭവിച്ചത് എന്നായിരുന്നു അച്ഛന്റെ വാദം. എന്നാൽ പോലീസ് അന്വേഷണം ആഴത്തിലേക്ക് പോയപ്പോൾ ചുരുളഴിഞ്ഞത് ഞെട്ടിക്കുന്ന മറ്റൊരു കഥയായിരുന്നു. സ്വാമിരാജ് എന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ ഒരുകാലത്ത് സാമ്പത്തികമായി ഒന്നുമില്ലാത്തവനായിരുന്നു. പിന്നീട് ബിസിനസ് വളർന്നു കോടീശ്വരനായി. ഇതിനിടയിൽ സത്യകുമാരി എന്ന ആദ്യഭാര്യയെയും 2 മക്കളെയും ഉപേക്ഷിച്ചാണ് അയാൾ ബ്യൂട്ടീഷ്യനായ നേത്രയെ വിവാഹം കഴിക്കുന്നത്. ആഡംബര ജീവിതവും പണവും കണ്ടു തുടങ്ങിയ ബന്ധം. 5 വർഷത്തോളം ആ ദാമ്പത്യം വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ടു പോയി. പക്ഷേ കഥ മാറുന്നത് സ്വാമിരാജ് തന്റെ പുതിയ ബിസിനസ് പാർട്ണറായ നാഗേഷിനെ പരിചയപ്പെടുന്നതോടെയാണ്. നാഗേഷ് ഇടയ്ക്കിടെ സ്വാമിരാജിന്റെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. മദ്യപാന സദസ്സുകൾ പതിവായി. ഒടുവിൽ ആ 2 സുഹൃത്തുക്കളും ചേർന്ന് വിചിത്രവും അറപ്പുളവാക്കുന്നതുമായ ഒരു തീരുമാനമെടുത്തു: ഭാര്യമാരെ പരസ്പരം കൈമാറുക, വൈഫ് സ്വാപ്പിംഗ്. നാഗേഷിന്റെ ഭാര്യ ഇതിന് സമ്മതിച്ചിരുന്നു. ഒരുപക്ഷെ സ്വാമിരാജിന്റെ പണവും ആഡംബരവും കണ്ടിട്ടാവാം ആ സ്ത്രീ അതിനു തയ്യാറായത്. എന്നാൽ നേത്ര അത് ശക്തമായി എതിർത്തു. കഴിഞ്ഞ 6 മാസമായി സ്വാമിരാജ് ഇതിന്റെ പേരിൽ നേത്രയെ നിരന്തരം ഉപദ്രവിക്കുകയായിരുന്നു. എന്റെ സുഹൃത്തിന്റെ കൂടെ കിടക്കാൻ നീ തയ്യാറാവണം, പകരമായി അവന്റെ ഭാര്യയെ എനിക്ക് കിട്ടും എന്ന സ്വാമിരാജിന്റെ ആവശ്യം നേത്രക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. സംഭവ ദിവസം രാത്രിയും മദ്യപിച്ചെത്തിയ സ്വാമിരാജ് ഇതേ ആവശ്യം ഉന്നയിച്ചു. താൻ നാഗേഷിന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ പോകുകയാണെന്നും നേത്രയെ നാഗേഷിന്റെ അടുത്തേക്ക് അയക്കുമെന്നും അയാൾ ഭീഷണിപ്പെടുത്തി. വാക്കുതർക്കം രൂക്ഷമായി. ഒടുവിൽ സഹികെട്ട നേത്ര മുറിയിലുണ്ടായിരുന്ന ഇരുമ്പ് ദണ്ട് എടുത്ത് സ്വാമിരാജിന്റെ തലയ്ക്ക് അടിച്ചു വീഴ്ത്തി. മരണം ഉറപ്പാകുന്നത് വരെ അവർ അടിച്ചുകൊണ്ടേയിരുന്നു. പോലീസ് നാഗേഷിനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ കുറ്റം സമ്മതിച്ചു. താനും സ്വാമിരാജും ചേർന്ന് ഭാര്യമാരെ കൈമാറാൻ തീരുമാനിച്ചിരുന്നുവെന്ന് അയാൾ വെളിപ്പെടുത്തി. സ്വാമിരാജിന്റെ അച്ഛൻ ആരോപിച്ച ഭരത് എന്ന യുവാവ് നേത്രയുടെ വെറും സുഹൃത്ത് മാത്രമായിരുന്നുവെന്നും കൊലപാതകത്തിൽ അയാൾക്ക് പങ്കില്ലെന്നും പോലീസ് കണ്ടെത്തി. അങ്ങനെ കാമത്തിന് വേണ്ടിയുള്ള ഭർത്താവിന്റെ ക്രൂരമായ നിർബന്ധത്തിന് വഴങ്ങാതെ സ്വന്തം മാനം കാക്കാൻ ഒരു കൊലപാതകയാകേണ്ടി വന്ന നേത്രയുടെ കഥ അവിടെ അവസാനിച്ചു. ആഡംബര ജീവിതത്തിൽ തുടങ്ങി ജയിലഴികൾക്കുള്ളിൽ അവസാനിച്ച ഒരു ജീവിതം.